സന്താന സൗഭാഗ്യമില്ലാതിരുന്ന ദശരഥ മഹാരാജാവിന് ഈശ്വര പ്രാർത്ഥനകളുടെയും യാഗങ്ങളുടെയും അവസാനം സാക്ഷാൽ മഹാവിഷ്ണു ദശരഥനിൽ പ്രസാദിക്കുകയും ശ്രീരാമനായി അവതരിക്കുകയും ചെയ്തു. ദശരഥ മഹാരാജാവിന് പുത്രകാമേഷ്ടി യാഗത്തിലൂടെ 4 പുത്രന്മാരാണ് ജനിച്ചത്. ഭാര്യമാരിൽ മൂത്തവളായ കൗസല്യയുടെ പുത്രനായാണ് ശ്രീരാമൻ ജനിച്ചത്. രണ്ടാമത്തെ ഭാര്യയായ കൈകേയിക്ക് ഭരതനെന്നും മൂന്നാമത്തെ ഭാര്യ സുമിത്രയ്ക്ക് ലക്ഷ്മണ ശത്രുഘ്നന്മാർ എന്ന ഇരട്ട കുട്ടികളുമാണ് ജനിച്ചത്. സന്താനങ്ങളില്ലാതിരുന്ന മഹാരാജാവിന് സൂര്യചന്ദ്രന്മാരെ പോലെ തേജസ്സുള്ള 4 പുത്രന്മാർ ജനിച്ചതിൽ അയോധ്യയിലാകെ ഉത്സവത്തിന്റെ നാളുകളായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഈ 4 രാജകുമാരന്മാരും മിഥില എന്ന അയൽരാജ്യത്തെ ജനക മഹാരാജാവിന്റെ 4 പുത്രിമാരായ രാജകന്യകമാരെയാണ് വിവാഹം കഴിച്ചത്. ഈ 4 സഹോദരിമാരിൽ മൂത്തയാളായ സീത വളർന്നപ്പോൾ പരമശിവൻ ജനകരാജാവിന് ഒരു ദിവ്യമായ വില്ല് സമ്മാനിച്ചു. ആ വില്ലെടുത്ത് ഉയർത്തിക്കുലയ്ക്കുന്ന ബലവാനാണ് സീതയെ വിവാഹം കഴിക്കേണ്ടതെന്ന് രാജാവ് വിളംബരം ചെയ്തു. ശ്രീരാമന് മാത്രമേ അതിന് കഴിയൂ എന്ന് ജനകൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ശ്രീരാമൻ ശിവന്റെ വില്ലൊടിച്ച് സീതയെ വിവാഹം കഴിച്ചു. സീതയുടെ 3 സഹോദരിമാരെ രാമസഹോദരന്മാരും സ്വീകരിച്ചു. യുവാവായ ശ്രീരാമനെ രാജാവാക്കുന്നതിന്റെ ആദ്യപടിയായി യുവരാജാവായി വാഴിക്കാൻ ദശരഥൻ തീരുമാനിച്ചു. ദശരഥന്റെ രണ്ടാമത്തെ ഭാര്യയായ കൈകേയിക്ക് മന്ദര എന്നൊരു ദാസി ഉണ്ടായിരുന്നു. ദുഷ്ടയും വക്രബുദ്ധിയുമായിരുന്ന മന്ദര ശ്രീരാമനെ മറികടന്ന് കൈകേയിയുടെ പുത്രൻ ഭരതനെ രാജാവാക്കാൻ കൈകേയിയെ ഉപദേശിച്ചു. അതിനുവേണ്ട ഉപായവും അവർ കൈകേയിക്ക് പറഞ്ഞുകൊടുത്തു. ഒരിക്കൽ ശംബരൻ എന്ന അസുരനുമായി ദശരഥൻ ഒരു യുദ്ധത്തിലേർപ്പെട്ടു. ദശരഥന്റെ തേരിൽ കൈകേയിയും ഉണ്ടായിരുന്നു. യുദ്ധം അതിശക്തമായപ്പോൾ ദശരഥന്റെ തേരിന്റെ ഒരു ചക്രത്തിന്റെ ആണി ഊരിപ്പോകാറായി. ഭാഗ്യത്തിന് കൈകേയി ഇത് ശ്രദ്ധിച്ചു. ചക്രം ഊരിത്തെറിച്ച് രഥം മറിയാതിരിക്കാൻ അവർ സ്വന്തം കൈവിരൽ രഥചക്രത്തിന്റെ ആണിപ്പഴുതിലേക്കിട്ടു. ഇതറിയാതെ ഉഗ്രയുദ്ധം ചെയ്ത് മഹാരാജാവ് ശംബരനെ വധിച്ചു. അതിനുശേഷമാണ് ചോര വാർന്നൊഴുകുന്ന കൈയുമായി രഥചക്രം സംരക്ഷിക്കുന്ന ഭാര്യയെ അദ്ദേഹം കണ്ടത്. ഭാര്യയുടെ ധീരതയെ പുകഴ്ത്തിയ രാജാവ് 3 വരങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളാൻ കൈകേയിയോട് പറഞ്ഞു. ഇപ്പോൾ വരമൊന്നും വേണ്ട എന്നും ആവശ്യമുള്ളപ്പോൾ ചോദിക്കാമെന്നും അന്ന് കൈകേയി പറഞ്ഞിരുന്നു. ഈ സംഭവം മന്ദര കൈകേയിയെ ഓർമ്മിപ്പിക്കുകയും തന്റെ പുത്രനായ ഭരതനെ യുവരാജാവാക്കണമെന്നും രാമനെ വനത്തിലേക്ക് അയക്കാൻ വേണ്ടത് ചെയ്യണമെന്നും രാജാവിനോട് ആവശ്യപ്പെടാൻ ഉപദേശിക്കുകയും ചെയ്തു. ആ ദുഷ്ടബുദ്ധിയുടെ ഉപദേശം ഫലിച്ചു. കൈകേയി ഭർത്താവിനോട് വരം ആവശ്യപ്പെട്ടു. ഭരതനെ യുവരാജാവാക്കണം, രാമനെ വനത്തിലേക്ക് അയക്കണം. 14 വർഷം രാമൻ വനത്തിൽ കഴിയണം. ഇതായിരുന്നു കൈകേയി ആവശ്യപ്പെട്ട വരം. രാജാവ് കേണപേക്ഷിച്ചിട്ടും കൈകേയി പിന്മാറിയില്ല. വിവരമറിഞ്ഞ ശ്രീരാമൻ സന്തോഷപൂർവ്വം വനത്തിലേക്ക് യാത്ര തിരിച്ചു. ഭാര്യ സീതയും സന്തത സഹചാരിയായ സഹോദരൻ ലക്ഷ്മണനും രാമനെ അനുഗമിച്ചു. രാമലക്ഷ്മണന്മാരും സീതയും രാജ്യം വിട്ടതോടെ പുത്രനെ ഓർത്ത് വിലപിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് ജീവൻ വെടിഞ്ഞു. ദശരഥ മഹാരാജാവ് ഇത്തരത്തിൽ മരിക്കേണ്ടി വന്നത് ഒരു മുനിയുടെ ശാപം കൊണ്ടായിരുന്നു. കാട്ടിലെത്തിയ രാമലക്ഷ്മണന്മാർ പഞ്ചവടിയിൽ താമസമാക്കി. സന്തോഷകരമായ ആ ജീവിതം അധികനാൾ നീണ്ടുനിന്നില്ല. ശൂർപ്പണഖ എന്നൊരു രാക്ഷസി ഒരു സുന്ദരിയുടെ വേഷം കെട്ടി രാമലക്ഷ്മണന്മാരെ വിവാഹം കഴിക്കണമെന്ന അഭ്യർത്ഥനയുമായി അവിടെ എത്തി. അവളുടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ലക്ഷ്മണൻ വാളുകൊണ്ട് അവളുടെ മൂക്കും കുജങ്ങളും അരിഞ്ഞുകളഞ്ഞു. ഇതറിഞ്ഞ് യുദ്ധത്തിന് വന്ന ശൂർപ്പണഖയുടെ സഹോദര രാക്ഷസരായ ഖരൻ, ഭൂഷണൻ, ത്രിശിരസ് എന്നിവരെയും രാമലക്ഷ്മണന്മാർ വധിച്ചു. ഈ വിവരം രാക്ഷസരാജാവായ രാവണൻ അറിഞ്ഞു. ശ്രീരാമനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ രാവണൻ തീരുമാനിച്ചു. ദുഷ്ടരിൽ ദുഷ്ടനായിരുന്നു ലങ്കാധിപതി രാവണൻ. 20 കൈകളും 10 തലയുമുള്ള ഈ രാക്ഷസ രാജാവ് ഉഗ്ര തപസ്സുകൊണ്ട് ധാരാളം അത്ഭുത വരങ്ങൾ സമ്പാദിച്ചിരുന്നു. 7 ലോകവും അക്കാലത്ത് രാവണനെ ഭയന്നാണ് കഴിഞ്ഞിരുന്നത്. പഞ്ചവടിയിലെ പർണശാലയുടെ മുറ്റത്ത് സീതാദേവി ഒരു മാനിനെ കണ്ടു. മനോഹരമായ മാൻകുട്ടി, സ്വർണ്ണനിറവും ഇണങ്ങിയ പ്രകൃതവും. അത് ദേവിയെ കൊതിപ്പിച്ചുകൊണ്ട് തുള്ളിച്ചാടി. മാനിനെ പിടിച്ചു തരുവാൻ സീത ഭർത്താവിനോട് പറഞ്ഞു. ശ്രീരാമൻ അതിന് ശ്രമിക്കുന്തോറും മാൻപേട ആശ്രമ പരിസരത്തു നിന്നും തുള്ളിച്ചാടി അകന്നുപോയി. രാവണ നിർദ്ദേശപ്രകാരം കപടവേഷത്തിൽ വന്ന മാരീചനായിരുന്നു അത്. വളരെ ദൂരെ നിന്നും ശ്രീരാമൻ്റേതുപോലെ ഒരു നിലവിളി കേട്ട് സീത ഭയന്നു. രാമന്റെ അമ്പുകൊണ്ട് നിലംപതിച്ച മാരീചന്റെ ഒരു തന്ത്രമായിരുന്നു അത്. രാമനെ അന്വേഷിക്കുവാനായി സീത ലക്ഷ്മണനെ അയച്ചു.
ഈ തക്കം നോക്കി മുനിവേഷത്തിൽ അവിടെ എത്തിയ രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് തൻ്റെ പുഷ്പക വിമാനത്തിൽ കടന്നുകളഞ്ഞു. അപഹരിക്കപ്പെട്ട സീതയെ അന്വേഷിച്ചു നടന്ന രാമലക്ഷ്മണന്മാർ സുഗ്രീവൻ എന്ന വാനരരാജനുമായി സഖ്യം ചെയ്തു. അതനുസരിച്ച് സുഗ്രീവന്റെ സഹോദരനും ശത്രുവുമായ ബാലിയെ ശ്രീരാമൻ വധിക്കുകയും പ്രത്യുപകാരമായി സുഗ്രീവനും കൂട്ടരും രാവണനെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തു. 10 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിലാണ് രാവണനെ ശ്രീരാമൻ വധിച്ചത്. അപ്പോഴേക്കും 14 വർഷത്തെ വനവാസം പൂർത്തിയാക്കിയിരുന്നു. ശ്രീരാമ ലക്ഷ്മണന്മാർ സീതയുമായി അയോധ്യയിലേക്ക് മടങ്ങി. രാവണ നിഗ്രഹത്തോടെ രാമന്റെ അവതാരോദ്ദേശ്യം പൂർണ്ണമായി. അങ്ങനെ ശ്രീരാമൻ അധികം താമസിയാതെ സ്വയം സരയൂ നദിയിലിറങ്ങി സ്വർഗം പോകി.